ഹായ് ഫ്രണ്ട്സ്, സാപ്പിയുടെ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ത്രില്ലർ സിനിമ, ഒരു ഇംഗ്ലീഷ് മൂവി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഏകദേശം ഒരു മാസം മുമ്പേ കണ്ട സിനിമയാണ്. സത്യം പറയാതെ ഈ ഒരു സിനിമയുടെ റിവ്യൂ ചെയ്യാൻ എന്നോട് വിട്ടുപോയതാണ്. ഒരു സബ്സ്ക്രൈബർ പിന്നെ കമന്റ് ബോക്സിൽ ഇങ്ങനെ 2-3 ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നു ഈ സിനിമയുടെ റിവ്യൂ ചെയ്യുന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയത്താണ് എനിക്ക് ആ ഒരു കാര്യം ഓർമ്മ വന്നത്. സത്യം പറയുകയാണെങ്കിൽ റിവ്യൂ ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷെ റിവ്യൂ ചെയ്തില്ലായിരുന്നു. ഒരു ഗംഭീര സിനിമയാണ്, ഒരു ഗംഭീര പടമാണ്. സ്മൈൽ 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അപ്പോൾ സ്മൈൽ 1 കണ്ടവരുണ്ടാവും, സ്മൈൽ 2 ഇതിനോടകം തന്നെ കണ്ടവരുണ്ടാവും. സ്മൈൽ 1 കണ്ടതിന് ശേഷം സ്മൈൽ 2 കാണാൻ ശ്രമിക്കുക. നവോമി സ്കോട്ടിന്റെ കിഡ്ലൻ പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സ്മൈൽ 1 കണ്ടവർക്ക് അറിയാം ആ ഒരു ചിരി, ഇങ്ങനെ വെച്ചിട്ട് ആ ചിരിയും സംഭവം, പിന്നെ അതിൽ വരുന്ന ഡെമോണും കാര്യങ്ങളൊക്കെയാണ്. അതെന്താണെന്നുള്ളത് അന്വേഷിച്ചു പോകുന്നതും അതിനെ ഫസ്റ്റ് വരെ എന്താണല്ലോ അന്വേഷിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റിൽ കാണിക്കുന്നത്. സെക്കൻഡിലാണെങ്കിൽ അതിനെങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ആദ്യത്തെ 1 മണിക്കൂർ എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് കണ്ടത് എന്താണോ അത് തന്നെയാണ് ആദ്യത്തെ 1 മണിക്കൂർ സംഭവിക്കുന്നത്. പിന്നീടുള്ള 1 മണിക്കൂറാണ് കിളി പോകുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ്. സത്യം പറയുന്നത് കൺഫ്യൂസിങ് ആണ് സംഭവം, ഭയങ്കര കൺഫ്യൂസ് ആണ്. റിയാലിറ്റി ഏതാണ്, പിന്നെ അവൻ എന്താ പറയാ, അവളുടെ ഉപബോധം അനുസരിച്ച് തോന്നുന്ന സംഭവങ്ങൾ എന്താണെന്നുള്ള റിയാലിറ്റി കാര്യങ്ങളൊന്നും ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടാണ് സിനിമയുടെ ക്ലൈമാക്സ് തന്നെ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് ചിന്തിച്ചപ്പോൾ ഞാൻ ഞെട്ടി. സത്യം പറയുന്നത് ഭയങ്കര ഞെട്ടി. ഒരു കിടിലൻ എൻഡിങ് തന്നെയാണ് ഈ സിനിമയുടെ സത്യം പറയുകയാണെങ്കിൽ. ഭയങ്കരമായിട്ട് എന്താ പറയാ, ഇനി അങ്ങോട്ട് വലിയൊരു ക്യാൻവാസിൽ ചെയ്തു വെക്കാവുന്ന അടുത്ത പാർട്ടുകളൊക്കെ വലിയ ക്യാൻവാസിലും ചെയ്തു വെക്കാവുന്ന രീതിയിലാണ് അവർ കൊണ്ട് എൻഡ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തീരെ അങ്ങോട്ട് ഫസ്റ്റ് കണ്ട സമയത്ത് എനിക്ക് അത്രയും അങ്ങോട്ട് ആ ഒരു എന്താ പറയാ ഫീല് വന്നിട്ടില്ലായിരുന്നു. പക്ഷെ പിന്നീട് അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ, പിന്നെ പലരായിട്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഭയങ്കരമായിട്ട് വലിയൊരു സ്കെയിലിലേക്ക് അടുത്തൊരു സംഭവം കൊണ്ടുപോകാന്നുള്ളത് മനസ്സിലായത്. നവോമി സ്കോട്ടിന്റെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയിൽ എന്നുള്ളതാണ്. അപ്പൊ സ്മൈൽ 2 കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. സ്മൈൽ 2 കാണാത്തവരുണ്ടെങ്കിൽ സ്മൈൽ 1 ആദ്യം കാണുക. സ്മൈൽ 1 കണ്ടതിന് ശേഷം മാത്രം സ്മൈൽ 2 കാണുക എന്നുള്ളതാണ്. എല്ലാം കൊണ്ടും പിന്നെ സ്മൈൽ ഫസ്റ്റ് കിടിലായിരുന്നു. സ്മൈൽ 2 എന്നുള്ളത് പെർഫോമൻസ് കൊണ്ടാണ് കിടിലാക്കിയിട്ടുള്ളത്. പിന്നെ ആ ഒരു മേക്കിംഗ് സ്റ്റോറി ചെറുതായിട്ടൊന്ന് പുതുമ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. ഒരു ഗംഭീര ഒരു ഹൊറർ മൂവി തന്നെയാണ്. 2024 റിലീസ് ചെയ്ത സിനിമകളിൽ മുൻപന്തിയിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ഹൊറർ സിനിമ തന്നെയാണ് സ്മൈൽ 2 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ചിരിയൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാവുമെന്ന് പറയില്ലേ, അത് ഈ ഒരു സിനിമ കണ്ടാൽ മതി. ആ ചിരി കണ്ടാൽ സത്യം പറയാതെ പേടിയാവും. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.